ഹലോ കൂട്ടുകാരെ, നമ്മൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹുബലിക്ക് ശേഷം നമ്മുടെ മാർക്കോ സിനിമ, അതായത് നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് കൊറിയയിലേക്ക് റിലീസാവുകയാണ്. അപ്പോൾ എനിക്കൊന്നും അപ്പം ഉണ്ണിമൂന്നനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ബാഹുബലിക്ക് ശേഷം ഒരു നമ്മുടെ ഇന്ത്യൻ സിനിമ സൗത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് റിലീസാവുകയാണ്. അങ്ങനെ നമ്മുടെ മാർക്കോ പുതിയ വേറ്റിൽപുറങ്ങൾ തേടി നമ്മുടെ ഇന്ത്യ കീഴടക്കിയതിന് ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് സൗത്ത് കൊറിയയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു നായർ, an obedient pitbull, ദത്ത് സഹോദരൻ മാർക്കോ, a born criminal. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ പുറത്ത് വരുന്ന ചില വിവരങ്ങൾ വെച്ചിട്ട് ജനുവരി ലാസ്റ്റ് ഓടെയോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തോടെയോ മാർക്കോ സിനിമ OTTയിൽ റിലീസാവുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രം എന്ന് പറഞ്ഞിറങ്ങിയ മാർക്കോ ഏതാണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 വയലൻസ് ചിത്രമായി മാറിയ ഈ ഒരു സമയത്ത് ആ വയലൻസ് നമുക്ക് OTTയിൽ കൂടെ കാണുവാൻ സാധിക്കും. ഇക്കാര്യം നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണ്. അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ കണ്ടത്, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറഞ്ഞത്, സിനിമയിൽ ഇപ്പം വില്ലനെയൊക്കെ കൊല്ലുന്ന രംഗങ്ങൾ പെട്ടെന്ന് കടന്നുപോയി, അത് ചില ആൾക്കാരൊക്കെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നുമല്ല, ഈ പറയുന്ന കുറേ വിഷ്വൽസ് കട്ട് ചെയ്ത് കളഞ്ഞത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ OTTയിൽ വരുന്ന ഉടനെ അത് അതുപോലെ തന്നെ കാണിക്കുമെന്നാണ് പറയുന്നത്. ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്, നമ്മുടെ ആ ഡെലിവറി സീനൊക്കെ ആണെങ്കിലും ഭയങ്കര ഭീകരമായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അത് എടുത്തേക്കുന്ന ലിക്വിഡൊക്കെ വരുന്നത് പോലും അവർ അങ്ങനെ അത്ര ക്ലിയറായിട്ട് അത്ര പെർഫെക്റ്റായിട്ടാണ് ആ ഷോട്ടുകൾ ചിത്രീകരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അതിൽ തന്നെ ഹാർട്ട് പറിച്ചെടുക്കുന്ന ആ സീനിൽ പറിച്ചെടുത്തേക്ക് ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും സെൻസർ ബോർഡ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച അതൊന്നും നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പം തിയേറ്ററിൽ ഒരു പക്ഷേ കുട്ടികളും സ്ത്രീകളും ഒക്കെ പോകാതിരുന്നത് ഈ വയലൻസ് ഒരുപാട് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ OTT വരുമ്പോൾ എല്ലാ വയലൻസും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കുട്ടികളിലേക്കും ഇതുപോലെ കുടുംബ സദസ്സിലേക്കും ഈ പറയുന്ന മാർക്കോ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രമെന്ന് അവർ അവകാശപ്പെട്ടതുപോലെ തന്നെ ഏതാണ്ട് OTTയിലും അതുപോലെ തന്നെ വന്നു കഴിയുമ്പോൾ അതായിരിക്കും ഒരു അവസ്ഥ എന്ന് നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ആവേശം സിനിമ ഇറങ്ങിയ സമയത്ത് OTTയിൽ വന്നതിന് ശേഷമാണ് അത് ഏറ്റവും കൂടുതൽ ട്രെൻഡായത്. അപ്പോൾ ഇന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് മാർക്കോ സിനിമയുടെ ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതായത് ഭയങ്കര ടീസർ വർക്കോ അങ്ങനെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് എന്ന് പറയുന്ന ആ സംഭവം, ആ ഒരൊറ്റ സെൻറ്റൻസിലാണ് ഈ ഒരു പടം മുന്നോട്ട് പോയത്. പിന്നെ പല പല ആൾക്കാർ കണ്ടതിന് ശേഷം അതിങ്ങനെ ട്രെൻഡായിട്ട് മാറുകയായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും ആൾക്കാരിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് കാണാൻ സാധിക്കും എന്നാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും കുറേയേറെ ആൾക്കാരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ മാർക്കോ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം കുതിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നു എന്നത്. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ. അപ്പോൾ ഈ ഒരു കാര്യം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സിനിമ റിവ്യൂ ഒന്നും അങ്ങനെ ഇടുന്ന ആളല്ല. സാൽ വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ എന്നോട് കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ ഇത് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, ഇതും കൂടെ തുടരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് യാത്രകളില്ലാത്ത സമയങ്ങളിൽ യാത്രകളുടെ ചില വിശ്രമ വേളകളിൽ
ഇതുപോലെ നമ്മൾ വീണ്ടും വീഡിയോസുമായിട്ടൊക്കെ വരും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു വയലൻസിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ എന്താണ് എന്ന് അവർ ചിന്തിച്ച് അതിൻ്റെ പിന്നണി പ്രവർത്തകർ നമുക്ക് കാട്ടിത്തരാനിടുന്ന സംഭവം OTT വരുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ആ സപ്പോർട്ടുകൾ തുടരുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.